നമുക്ക് 21 പേരെ അല്ലാതെ മന്ത്രിമാരാക്കാൻ പറ്റുമോ? അപ്പം അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ശ്രീ വി.ഡി. സതീശന് എല്ലാവിധ പിന്തുണയും നൽകി. യുഡിഎഫിന്റെ ഏതൊരു ചർച്ചയിലും ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊന്നും രമേശ് ചെന്നിത്തല ഇല്ലാത്തൊരു ചർച്ചയെക്കുറിച്ച് മലയാളികൾക്ക് ആലോചിക്കാൻ അതുകൊണ്ട് എനിക്കത് പോകാൻ അത് ഞാൻ എന്നെ വിളിക്കാത്തതല്ല, എന്നെ വിളിച്ചതാണ്. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ അതൊക്കെ അവസാനിച്ചു. ഇനി എല്ലാവരും ഒരുമിച്ച് പോകേണ്ട സമയം. നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രിക്കൊപ്പം താങ്കളും സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളത് അത് ഞാൻ പറയുന്നത് ശരിയല്ല. അത് നിയമപരമായും ഭരണഘടനാപരമായും ഞാൻ പറയേണ്ട കാര്യമല്ല. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. തീർച്ചയായിട്ടും ശ്രീ വി.ഡി. സതീശന് എല്ലാവിധ പിന്തുണയും നൽകും. അദ്ദേഹത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകും. അത് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിന്റെ നാവിൽ നിന്ന് പാർട്ടിക്ക് പോറലുണ്ടാക്കുന്ന ഒരു വാക്ക് പോലും വരില്ല എന്നുള്ളതാണ് അല്ലേ? ഇന്നും ഇന്നലെയും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലല്ലോ. നാളത്തെ പ്രവചിക്കാൻ ഞാൻ ജോത്സ്യനല്ല. അല്ല, എല്ലാവരും എന്റെ കൂടെ നിന്നിട്ടുള്ള ഒരു സഹപ്രവർത്തകരല്ലേ. കേരളത്തിലെ കോൺഗ്രസിലെ 63 MLA-മാരും എൻ്റെ സഹപ്രവർത്തകരാണ്. ഞാനും അവരോടൊപ്പം ഉള്ളവരാണ്. അവരെല്ലാവരും തന്നെ പാർട്ടിക്ക് വേണ്ടി ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ്. ഈ 63 പേരും 102 പേരും UDF-ന്റെ മറ്റ് കക്ഷികളിലെ MLA-മാർ അതുപോലെ തന്നെയുള്ളവരാണ്. അപ്പോൾ അവരെല്ലാം നമുക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകുന്ന ആളുകൾ തന്നെയാണ്. മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നപ്പോൾ വി.ഡി. സതീശൻ നിയുക്ത മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നു. അതെ, അപ്പൊ അത് പിന്നെ ചോദ്യത്തിന് അർത്ഥമില്ലല്ലോ. അർഹതപ്പെട്ട ഒപ്പമുണ്ടായിരുന്ന പ്രിയപ്പെട്ട പലരെയും പരിഗണിക്കാൻ പറ്റിയില്ല, അതിന് വിഷമമുണ്ട് എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, സ്വാഭാവികമായി എല്ലാവരെയും നമുക്ക് തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയില്ല. പല സീനിയറായ ആളുകളെയും ഉൾപ്പെടുത്താൻ കഴിയാതെ വന്നിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷേ നമുക്ക് 21 പേരെ അല്ലാതെ മന്ത്രിമാരാക്കാൻ പറ്റുമോ? അപ്പം അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ മാത്രമല്ല, UDF-ലുള്ള മറ്റ് കക്ഷികൾക്ക് ഈ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞാണ് LDF ഗവൺമെന്റ് ഉണ്ടായപ്പോഴും അവർക്ക് ഈ പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് കഴിയാവുന്നത്ര എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പോകുക എന്നുള്ളതാണ് ലക്ഷ്യം.